ഇൻഡെക്സിലെ ഹെവി വെയ്റ്റ് സ്റ്റോക്കായ റിലയൻസ് ഇൻഡസ്ട്രീസിൽ വന്ന ബൈയിങ് മൊമെൻറ്റം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ ഒരു റിക്കവറിക്ക് സഹായിക്കുകയും ഇൻഡെക്സ് 23,688 ഫ്ലാറ്റ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ശക്തമായ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ IT, ബാങ്കിംഗ് തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകളുടെ സഹായത്തോടുകൂടി ഇൻഡെക്സിൽ ഒരു റിക്കവറി വരികയും ചെയ്തു. അതേസമയം മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകളിൽ സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു. സ്മോൾ ക്യാപ് ഇൻഡെക്സ് 1.65%, മിഡ് ക്യാപ് ഇൻഡെക്സ് 1.05%-വുമാണ് ഇടിഞ്ഞത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്വാർട്ടർ 3 റിസൾട്ട് സെഷൻ വരുന്നതിന് മുന്നോടിയായിട്ടുള്ള സ്ലോ എക്കണോമിക് ഗ്രോത്ത് പ്രൊജക്ഷൻ തന്നെയാണ് മാർക്കറ്റിനെ വോളറ്റൈലായി നിലനിർത്തുന്ന ഏറ്റവും പ്രധാന ഘടകം. 23,500-നും 24,200-നും ഇടയിലുള്ള റേഞ്ചിൽ മാർക്കറ്റ് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി കൺസോളിഡേറ്റ് ചെയ്യുന്നു. ഒന്നുകിൽ 23,500 എന്ന സപ്പോർട്ട് നഷ്ടമാകണം, അല്ലെങ്കിൽ 24,200 എന്ന റെസിസ്റ്റൻസ് നഷ്ടമാകണം. എന്നാൽ മാത്രമേ മാർക്കറ്റിൽ ഫർദർ അപ്പ് അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് വരാൻ സാധ്യതയുള്ളൂ. 24,000-ന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ 24,200, 24,500 തുടങ്ങിയ ലെവലുകൾ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഹെവി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ച ഒരു സെക്ടറാണ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടർ. ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ പല സ്റ്റോക്കുകളും ഇന്ന് ഇടിഞ്ഞു. കെയ്ൻസ് ടെക്നോളജി 4%, PGIL 3%, ആംബർ എൻ്റർപ്രൈസസും ഡിക്സൺ ടെക്നോളജി ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകൾ 8%-നടുത്തും ഇടിഞ്ഞു. ആദ്യം തന്നെ EMS അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടറിൽ വന്ന സെല്ലിംഗ് പ്രഷറിന് പിന്നിലെ കാരണങ്ങൾ മനസ്സിലാക്കാം. 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ടെക് ഇൻഡെക്സായ നാസ്ഡാക്കിൽ വന്ന ഹെവി സെല്ലിംഗ് പ്രഷർ. ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അമേരിക്കയിൽ ഉയരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ടെക് സെക്ടറിലെ സ്റ്റോക്കുകൾ അണ്ടർ പെർഫോം ചെയ്യാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. ഇത് നിക്ഷേപകരെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് ഇന്ത്യ പ്രഖ്യാപിക്കാൻ പോകുന്ന പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം. ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സർവീസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി 25,000 കോടി രൂപയുടെ PLI സ്കീം അല്ലെങ്കിൽ PLI ഇൻസെൻറ്റീവ് ഗവൺമെൻറ് പ്രഖ്യാപിക്കുമെന്നാണ് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേസമയം 40,000 കോടി രൂപയുടെ സ്കീം ആവശ്യമുള്ള സ്ഥലത്താണ് 25,000 കോടി രൂപയുടെ സ്കീം പ്രഖ്യാപിക്കുന്നത്. 40,000 കോടി രൂപയുടെ സ്കീം ആവശ്യമുള്ളിടത്ത് 25,000 കോടി രൂപയുടെ സ്കീം പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നെഗറ്റീവ് റിയാക്ഷൻ ഇന്ന് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ പ്രകടമായിരുന്നു. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിൽ വരുന്ന ഉയർന്ന കോമ്പറ്റീഷനാണ്. ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്ക് ഇന്ന് 8% ഇടിഞ്ഞതിന് പിന്നിലെ ഒരു പ്രധാന കാരണം ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു സബ്സിഡറി കമ്പനിയായ ടാറ്റ ഇലക്ട്രോണിക്സും ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലേക്ക് കടന്നു വരികയാണ്. ഇതുവഴി ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലെ കോമ്പറ്റീഷൻ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ടാറ്റ ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് പെഗാട്രോൺ ടെക്നോളജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മേജർ സ്റ്റേക്കുകൾ അക്വയർ ചെയ്യുന്നതിന് വേണ്ടി CCIയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചത് ഒട്ടുമിക്ക ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളിലെയും സെല്ലിംഗ് പ്രഷറിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി മാറി. ടാറ്റ ഇലക്ട്രോണിക്സ് സ്മാർട്ട് ഫോൺ സപ്ലൈ ചെയിനിലെ ഒരു കീ പ്ലെയറാണ്. ടാറ്റ ഇലക്ട്രോണിക്സ് കൂടി ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടറിലേക്ക് വരുന്നത് മറ്റുള്ള EMS കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റിയെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡിക്സൺ ടെക്നോളജി ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ വന്നത്. അതേസമയം ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്കിന് പല ബ്രോക്കേജ് ഏജൻസികളും മിക്സഡ് റേറ്റിംഗ് ആണ് നൽകുന്നത്. റീസെൻ്റ്ലി ജപ്പാൻ്റെ ബ്രോക്കേജ് ഏജൻസിയായ നമൂറ ഡിക്സൺ ടെക്നോളജിക്ക് ബൈ എന്ന റേറ്റിംഗ് നൽകിയപ്പോൾ ജെഫ്രിസ് ഡിക്സൺ ടെക്നോളജിക്ക് സെൽ എന്ന റേറ്റിംഗും കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഡൗൺ സൈഡിലുള്ള ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. നമൂറ 22,256 രൂപയുടെ ടാർഗറ്റാണ് ഡിക്സൺ ടെക്നോളജിക്ക് നൽകിയത്. US ചൈന ട്രേഡ് ടെൻഷൻ വർദ്ധിക്കുന്നതും മൊബൈൽ ഫോണുകളുടെ ഉപയോഗവും മൊബൈൽ ഫോണുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കൂടുതൽ കമ്പനികൾ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകൾ കോൺട്രാക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ കമ്പനികൾ ഡിക്സൺ ടെക്നോളജിയെ ആശ്രയിക്കുന്നതും ഡിക്സൺ ടെക്നോളജിയുടെ വളർച്ചയിൽ ഒരു നിർണായക പങ്ക് വഹിക്കും എന്നാണ് നൊമൂറയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. 2026 ഫിനാൻഷ്യൽ ഇയറോടുകൂടി ഇന്ത്യയുടെ മൊബൈൽ എക്സ്പോർട്ട് 55% ഉയർന്നേക്കും. 2030-ൽ 25% CAGR-ഓടുകൂടിയുള്ള വളർച്ചയായിരിക്കും ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിൽ വരാൻ പോകുന്നത്. ഈ ഫാക്റ്റുകളൊക്കെ പരിശോധിച്ചാണ് നൊമൂറ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകിയിരിക്കുന്നത്. അതേസമയം ജെഫ്രിസ് എന്ന ബ്രോക്കേജ് ഏജൻസി ഡിക്സൺ ടെക്നോളജിക്ക് ഡൗൺ സൈഡിലുള്ള ടാർഗറ്റ്, അതായത് 35% ഡൗൺ സൈഡിൽ 12,600 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്.
ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്കിന് അണ്ടർ വെയ്റ്റ് എന്ന റേറ്റിംഗ് നൽകാനുള്ള പ്രധാന കാരണം ആൾറെഡി മാർക്കറ്റിൽ വന്ന പല പോസിറ്റീവ് ന്യൂസുകളെയും സ്റ്റോക്ക് ഫാക്ടറിൻ ചെയ്യുകയും സ്റ്റോക്ക് റെക്കോർഡ് ഹൈയിലേക്ക് ഉയരുകയും ചെയ്തു. ഇവിടെ നിന്നും സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പ്രതീക്ഷിക്കാമെന്നാണ് ജെഫ്രീസ് പറയുന്നത്. എന്നിരുന്നാലും ലോങ് ടൈമിൽ ഡിക്സൺ ടെക്നോളജി ജെഫ്രീസിൻ്റെയും ഒരു പോസിറ്റീവ് പിക്കായി മാറിയിട്ടുണ്ട്. ചൈന +1 സ്ട്രാറ്റജിയും ഇന്ത്യയുടെ ചീപ്പർ ലേബറും ലോക്കൽ EMS പ്രൊവൈഡേഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി വർദ്ധിപ്പിക്കുമെന്നും ഇതിൻ്റെ ബെനിഫിറ്റ് ഡിക്സൺ ടെക്നോളജിക്ക് കിട്ടും എന്നാണ് ജെഫ്രീസിൻ്റെ റിപ്പോർട്ടിലും പറയുന്നത്. റീസെൻ്റ്ലി വിവ എന്ന കമ്പനിയുമായി ചേർന്ന് സ്മാർട്ട് ഫോൺ മാനുഫാക്ചർ ചെയ്യുന്നതിനും ഡിക്സൺ ടെക്നോളജി ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിരുന്നു. വിവയുടെ ഫോണുകളും ഇനി ഡിക്സൺ ടെക്നോളജി ആയിരിക്കും അതിൻ്റെ ജോയിൻറ്റ് വെഞ്ചർ കമ്പനി വഴി മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ ഗൂഗിൾ പിക്സൽ, HP, ആസസ് തുടങ്ങിയ IT സെക്ടറിലെ കമ്പനികളുടെ IT ഹാർഡ്വെയർ നിർമ്മിക്കാനുള്ള ഓർഡറും ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്കിന് ലഭിച്ചിട്ടുണ്ട്. ഈ ഫാക്റ്റുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഡിക്സൺ ടെക്നോളജി ഒരു പ്രോമിസിംഗ് പിക്ക് തന്നെയാണ്. അതേസമയം സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 15,000 വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും 12,000 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടുമാണ്. സപ്പോർട്ട് പ്രൈസിനടുത്ത് സ്റ്റോക്ക് കൺസോൾഡേറ്റ് ചെയ്യുമ്പോൾ ഡിക്സൺ ടെക്നോളജി പോലുള്ള സ്റ്റോക്കുകളെ നമ്മൾക്ക് അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്